കുമ്പളങ്ങയും കൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. സാധാരണ കുമ്പളങ്ങാന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ കുമ്പളങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒട്ടും മരുന്നൊന്നും അടിക്കാണ്ട് വരുന്ന അതാണല്ലോ കുമ്പളങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലായിരുന്നാലും ഇപ്പോൾ സമ്മറിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആയിരുന്നു വാട്ടർമെലൺ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിലേക്കും വരുന്ന വാട്ടർമെലനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ പുറത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രീൻ കളറിലുള്ള കോട്ടിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിൽ അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയിട്ടായിരിക്കും നമുക്ക് സാധാരണ കിട്ടുക. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു വീട്ടമ്മ ഇട്ടിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാട്ടർമെലൻ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല വയറുവേദന. അത് കഴിഞ്ഞിട്ട് അവർ ആ വാട്ടർമെലൻ എടുത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ പുറത്ത് നല്ല കനത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർമെലൻ ആരും വാങ്ങിച്ച് കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ ആരും കഴിക്കാണ്ടാവുമ്പോൾ അവർ അതൊക്കെ നിർത്തിയിരിക്കും. അപ്പോൾ കടകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വാട്ടർമെലൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞങ്ങൾക്ക് വേണ്ട, അതേപോലെ മരുന്നടിച്ച് വരേണ്ട ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആരും കഴിയുന്നതും വാട്ടർമെലൻ ആരും വാങ്ങിച്ച് കഴിക്കാണ്ടിരിക്കുക. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്, അധികം വിലയില്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ആ കുമ്പളങ്ങ തൊണ്ട് ചെത്തിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് കനത്തിൽ വേണം തൊണ്ട് ചെത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കനമുള്ള ഭാഗം തൊണ്ടിൻ്റെ ഒട്ടും ഈ കുമ്പളങ്ങയമ്മ വേണ്ട. ഇവിടെ കുമ്പളങ്ങ ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും കുമ്പളങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ പാല് വേണം. പാല് നല്ല തണുത്ത പാലായിരിക്കണം. പിന്നെ പാല് ഇപ്പോൾ നിങ്ങൾ സാധാരണ കുടിക്കാനെടുക്കുമ്പോൾ തിളപ്പിച്ചിട്ടാണ് പാല് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാല് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കുക. ഇനിയിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് നിങ്ങൾ സാധാരണ കുടിക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാല് നന്നായിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര വേണം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് ഐസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജ്യൂസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് കുമ്പളങ്ങ ചേർക്കുക. ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കരുത്, കുറച്ച് വെള്ളം പോലെ ഇരിക്കണം. അപ്പോഴായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് പാല് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. അപ്പോൾ കുമ്പളങ്ങ എടുക്കുമ്പോൾ ഒരുപാട് കുമ്പളങ്ങ വേണ്ട, ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അതിലേക്ക് പാല് ചേർക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ആയിരുന്നാലും ഒരുപാട് ചേർക്കണ്ട, ചെറുതായിട്ടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി. വാനില എസൻസ് ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഐസും ചേർക്കാം. ഇനി ഇതൊന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇപ്പോൾ കുമ്പളങ്ങയും കൊണ്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയെടുക്കാനായിരുന്നാലും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത്രയ്ക്ക് കുമ്പളങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.